നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അടുത്ത വേൾഡ് കപ്പിൽ അർജൻറ്റീന ധരിക്കാൻ പോകുന്ന ജേഴ്സി ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. ചെറിയ ചില മാറ്റങ്ങൾ ഡിസൈനിലുണ്ട്. എന്തൊക്കെയാണ് ഡിസൈനിലെ ഡീറ്റെയിൽസ് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുമ്പ് എന്താണ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ അർജൻറ്റീന അറിയിച്ചിരിക്കുന്നത് നോക്കാം. ദി അർജൻറ്റീൻ നാഷണൽ ടീം ഹാസ് എ ന്യൂ ലുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ജേഴ്സിയുടെ ചിത്രങ്ങളും മറ്റുമൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. വളരെ കൃത്യമാണ്. ഇതിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഒന്ന്, സാധാരണ നമ്മൾ കാണാറുള്ള അർജൻറ്റീനയുടെ ആ ഒരു ആകാശനിലയും വെള്ളയും ജേഴ്സി തന്നെയാണ്. പക്ഷേ ആ ബ്ലൂ കളറിന് 3 ടോൺ അതിന് കൊടുത്തിട്ടുണ്ട്. അതായത് 3 ഡിഫറൻ്റ് ആയിട്ടുള്ള ബ്ലൂ ടോണ് ആ സ്ട്രിപ്പിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഗോൾഡൻ കളറിൽ അഡിഡാസിൻ്റെ സിമ്പലുണ്ട്. കൂടാതെ 2022 വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ആണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. AFAയുടെ ആ ഒരു ലോഗോയുമുണ്ട്. അത് കൂടാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1978, 1986, 2022 അർജൻറ്റീനയുടെ വേൾഡ് കപ്പ് വിക്ടറികളുടെ വർഷമാണ്. അതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ജേഴ്സിയാണ്. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം 1893 എന്നാണ്. അത് കോളറിൻ്റെ പുറകിലായിട്ടാണ് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ സ്ഥാപിതമായ വർഷമാണ്. 1893 അർജൻറ്റീന ഫുട്ബോൾ ഫെഡറേഷൻ സ്ഥാപിതമായിട്ടുള്ളത്. അതാണ് ആ ഒരു നമ്പറിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളോടുകൂടിയാണ് ഈ ഒരു ജേഴ്സി ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒഫീഷ്യലായിട്ട് ആ കാര്യം അറിയിക്കുന്നു. അതോടൊപ്പം നാളെ മുതൽ ഈ ജേഴ്സി ഒഫീഷ്യൽ അഡിഡാസ് വെബ്സൈറ്റിൽ ലഭിക്കും. കൂടാതെ സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോറുകളിലൂടെയും ഇത് ലഭിക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വില എന്ന് പറയുന്ന ഒഫീഷ്യലായിട്ടുള്ള ജേഴ്സിയുടെ വില $149.99. അതായത് $150 ഫാൻ എഡീഷൻ്റേത്. അതേസമയം പ്ലെയർ എഡീഷൻ്റേത് $219.99. അതായത് $220 എന്നിപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്നു. ഇനി ഈ ജേഴ്സി അർജൻറ്റീന ടീം ആദ്യമായിട്ട് ധരിക്കുന്നത് അടുത്ത മത്സരത്തിലാണ്. അങ്കോളക്കെതിരെ ഈ മാസം 14 അവർ കളിക്കുന്നുണ്ട്. ആ മത്സരത്തിൽ ഈ ജേഴ്സി അണിഞ്ഞിട്ടായിരിക്കും അവർ കളിക്കുക. അന്നാണ് ഇതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചിങ് നടക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത വേൾഡ് കപ്പിൽ അവർ ഇതേ ജേഴ്സി ആയിരിക്കും അണിയുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.